മാർക്കറ്റ് റെഗുലേറ്റർ എക്സ്ചേഞ്ച് ഡിസാസ്റ്റർ റിക്കവറി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നടത്തിയ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.07% ഇടിഞ്ഞ് 22,378-ടുത്തും ബാങ്ക് നിഫ്റ്റി 0.02% ഡൗൺ സൈഡിലും IT ഇൻഡെക്സ് 0.19% ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലും ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്ന് 22,426 ഇൻട്രാഡേ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഇൻഡെക്സ് 22,378-അടുത്ത് ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ വരും ദിവസങ്ങളിലും 22,400 ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും എന്നുള്ള സൂചനയാണ് ഇന്ന് ഫോം ചെയ്ത ക്യാൻഡിൽ നൽകുന്നത്. അതേസമയം 22,400 മുകളിൽ മാർക്കറ്റ് മറികടന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 22,600 വരെയുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. 22,200 ഡെയിലി ബേസിസിൽ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട്. ഈ സപ്പോർട്ടിന് താഴെ ഇൻഡെക്സ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ അവിടെ ബൈ ഓൺ ഡിപ്പ് അനുസരിച്ചുള്ള സ്ട്രാറ്റജിയും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 12.5% ഉയർന്ന് 52 വീക്ക് ഹൈക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ ഡിഫൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഡേറ്റ പാറ്റേൺ ഇന്ത്യ ലിമിറ്റഡ്. ഡേറ്റ പാറ്റേൺ 2,796-അടുത്ത് ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 92.47, ഡിവിഡൻഡ് yield 0.16%, 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇന്ന് ക്ലോസിംഗ് നൽകിയത്. ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും $2.36 ബില്യൺ 2 കോൺട്രാക്റ്റുകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡേറ്റ പാറ്റേൺ എന്ന സ്റ്റോക്ക് ഇന്ന് 12% ഉയർന്നത്. കോൺട്രാക്റ്റ് ലഭിച്ച ന്യൂസ് കഴിഞ്ഞ ദിവസം ആണ് പുറത്തു വന്നത്. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് ഇന്ന് സ്റ്റോക്ക് പ്രവർത്തിച്ചത്. ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യൻ നേവിക്ക് വേണ്ടി 19,518 കോടി രൂപയുടെ ബ്രഹ്മോസ് മിസൈൽ സപ്ലൈ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഡീല്. ഈ മിസൈലുകൾ നേവിയുടെ ട്രെയിനിങ് റിക്വയർമെൻറ്റിനും കോമ്പാറ്റ് ഔട്ട്ഫിറ്റിനും വേണ്ടി ഉപയോഗിക്കും. രണ്ടാമത്തെ ഡീല് ഷിപ്പ് ബോൺ ബ്രഹ്മോസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി BAPL എന്ന കമ്പനിക്ക് ഇന്ത്യൻ നേവി നൽകിയ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നൽകിയ 988 കോടി രൂപയുടെ ഓർഡറാണ്. ഇന്ത്യൻ നേവിയുടെ മാരിടൈം സ്ട്രൈക്ക് ഓപ്പറേഷനിലെ പ്രൈമറി വെപ്പണായി മാറാൻ പോവുകയാണ് ബ്രഹ്മോസ് എന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം 2020 ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് നേവൽ വെർഷൻ്റെ ട്രയൽ ടെസ്റ്റ് നടത്തുകയും വിജയകരമായി ട്രയൽ ടെസ്റ്റ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2024 നേവിക്ക് വേണ്ടി ബ്രഹ്മോസ് മിസൈൽ പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരു ഇന്ത്യ-റഷ്യൻ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. ഈ കമ്പനി സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നു. സബ്മറൈൻസ്, ഷിപ്പ്, എയർക്രാഫ്റ്റ്, ലാൻഡ് പ്ലാറ്റ്ഫോംസ് എന്നിവയിൽ നിന്നും ഡിപ്ലോയ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാവുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന മിസൈൽ. ഇനി ബ്രഹ്മോസ് എന്ന മിസൈൽ പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടി വന്ന ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ ഡേറ്റ പാറ്റേൺ എന്ന സ്റ്റോക്ക് ഉയർന്നതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ബ്രഹ്മോസിന് ആവശ്യമായ ഇലക്ട്രോണിക് സബ്സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു സോൾ സപ്ലയർ കമ്പനിയാണ് ഡേറ്റ പാറ്റേൺ എന്ന കമ്പനി. ബ്രഹ്മോസിന് ആവശ്യമായ ഫയർ കൺട്രോൾ സിസ്റ്റം, ലോഞ്ച് കൺട്രോൾ സിസ്റ്റം, RF സീക്കർ, മിസൈൽ കാലിബ്രേഷൻ സിസ്റ്റം, മിസൈൽ സിമുലേറ്റർ, മിസൈൽ ടെസ്റ്റ് സിസ്റ്റം എന്നിവയ്ക്ക് ആവശ്യമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി ഡേറ്റ പാറ്റേൺ എന്ന കമ്പനിയാണ്. ഡേറ്റ പാറ്റേൺ എന്ന കമ്പനി 30 വർഷമായി പ്രവർത്തിക്കുന്നു. ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സെഗ്മെൻറ്റിലെ ഇലക്ട്രോണിക് സൊല്യൂഷൻസ് കേറ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡേറ്റ പാറ്റേൺ എന്ന കമ്പനി. ഇതോടൊപ്പം തന്നെ ഡേറ്റ പാറ്റേൺ എന്ന കമ്പനി ബ്രഹ്മോസിൻ്റെ ബിൽറ്റ് ഇൻ ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ ഇലക്ട്രോണിക് സർക്യൂട്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മോസിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ ലഭിക്കുമ്പോൾ ഡേറ്റ പാറ്റേണിൻ്റെയും ഓർഡറുകൾ ഉയരും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ടെക്നിക്കലി സ്റ്റോക്ക് 2,500 എന്ന ലെവലിന് മുകളിൽ ഇന്ന് ബ്രേക്കൗട്ട് നൽകുകയും ചെയ്തു. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 2,500 നിന്നും സ്റ്റോക്ക് 2,000 ഇടിഞ്ഞതിന് ശേഷം അവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയും 2,500 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകുകയും ചെയ്തു. 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈയിൽ പൊസിഷൻ എടുക്കാൻ ഒരിക്കലും പറയുകയില്ല. അതേസമയം 2,500 എന്ന ബ്രേക്കൗട്ട് ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. ഇനി 2,500, 2,000 തുടങ്ങിയ ലെവലുകളായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 2021 മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ, അതിനുശേഷം റാലി, വീണ്ടും കൺസോൾട്ടേഷൻ, ഈ രീതിയിലുള്ള പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്.
മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. ഇന്ന് ക്ലീൻ സയൻസ് 0.1% ഉയർന്ന് 1415 ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 59.14, ഡിവിഡൻഡ് yield 0.35%. ക്ലീൻ സയൻസ് എന്ന കമ്പനിയുടെ ഒരു പ്രധാന കെമിക്കൽ പ്രൊഡക്റ്റായ ഹാൽസ്, അതായത് ഹിൻഡേഡ് അമൈൻ ലൈറ്റ് സ്റ്റെബിലൈസർ സീരീസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ക്ലീൻ ഫെനോകെം ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ആരംഭിക്കുകയും ഒരു വർഷം 10,500 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിൽ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ വന്ന ന്യൂസ് ക്ലീൻ സയൻസിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ക്ലീൻ സയൻസ് എന്ന കമ്പനി 2003 എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന കമ്പനി ഗ്രീൻ കെമിസ്ട്രി ആസ്പദമാക്കി കെമിക്കൽ കോമ്പൗണ്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനി ഹാൽസ് സീരീസിലുള്ള കെമിക്കൽ കോമ്പൗണ്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനി കൂടിയാണ്. സ്റ്റോക്കിൻ്റെ ROE 33.2%, ROCE 44.5%, 52 വീക്ക് ഹൈ 1622, സ്റ്റോക്ക് 1418 ട്രേഡ് ചെയ്യുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസ് 237 കോടിയിൽ നിന്ന് 195 കോടിയിലേക്ക് ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി കമ്പനി അതിൻ്റെ പെർഫോമൻസ് ഉയർത്തി വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ 46% നിന്നും ഇയർ ഓൺ ഇയറിൽ 44% ഇടിഞ്ഞു. പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടർ 41 നിന്നും 44 ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 84 നിന്നും 63 ഇടിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ 52 നിന്നും 63 ഉയർന്നിട്ടുണ്ട്. ഡീസ്റ്റോക്കിംഗ് സംബന്ധിച്ച ഇഷ്യൂകളെല്ലാം കമ്പനി ഒരുവിധം പരിഹരിക്കുന്നു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ 3 ക്വാർട്ടർലി റിസൾട്ടുകൾ അനാലിസിസ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1080 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. പ്രൊമോട്ടേഴ്സിന് 74.9% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 5.9%, DISന് 5.13%, പബ്ലിക്കിന് 13.9% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഒരു സമയത്ത് 2,600 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 50% ഡിസ്കൗണ്ട് ലഭ്യമാണ്. സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് 1250 ആണ്. 1250 എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്ക് എത്തുമ്പോൾ പലപ്പോഴും ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരാനും സാധ്യതയുണ്ട്. ഗ്രീൻ കെമിസ്ട്രി പോലുള്ള തീമുകൾ ഇഷ്ടമായവർക്കും കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്